സംസ്ഥാനത്ത് അധ്യാപകർക്കുള്ള വേനൽക്കാല പരിശീലനത്തിൽ ഇരട്ട നീട്ടി. അടുത്ത അധ്യയന വർഷത്തിൽ 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ പുതിയ പാഠ്യപദ്ധതിക്കനുസരിച്ച് പരിഷ്കരിക്കുകയാണ്. പാഠപുസ്തകങ്ങളിലും മാറ്റങ്ങൾ വരുന്നതിനാൽ അധ്യാപക പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറെയാണെന്നിരിക്കെ ഒരു വിഭാഗം അധ്യാപകരെ പരിശീലനത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് പരാതി. സർക്കാർ പക്ഷപാതം കാട്ടുകയാണെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു. അവധിക്കാല അധ്യാപക പരിശീലനങ്ങൾ ഈ മാസം 14 മുതൽ ആരംഭിക്കാനിരിക്കെയാണ് വിവിധ സാങ്കേതിക കാരണങ്ങളാൽ നിയമാംഗീകാരം ലഭ്യമാകാത്ത അധ്യാപകരെ ഭിന്നശേഷി സംവരണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി നിയമനം അംഗീകാരം ലഭ്യമായ അധ്യാപകരെ പരിശീലനത്തിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതായി പരാതി ഉയരുന്നത്. ഇവരെ പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും പ്രസ്താവനയിൽ വിമർശനവും ശക്തമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ തീരുമാനത്തിനെതിരെയാണ് ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. പാഠ്യപദ്ധതി മാറുന്നതിനനുസരിച്ച് അധ്യാപകർക്ക് പരിശീലനങ്ങൾ നടത്തിയാൽ മാത്രമേ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാനാവുകയുള്ളൂ. എന്നാൽ ഒരു വിഭാഗം അധ്യാപകരെ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന പരിശീലന ക്ലാസുകൾ വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയെ തന്നെ ബാധിക്കുമെന്ന് ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ പറഞ്ഞു. മെയ് 14 തീയതി 2 സ്പെല്ലായിട്ട് മധ്യാഹ്ന അവധി തീരുന്നതിന് മുമ്പ് 5 ദിവസം വീതം 2 സ്പെല്ല് ക്യാമ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അധ്യാപക പരിശീലനം എപ്പോഴും അക്കാദമി മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അധ്യാപക പരിശീലനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പല സ്കൂളുകളിലും താൽക്കാലികമായി നിയമനം കിട്ടിയ അധ്യാപകരെ കൂടെ പങ്കെടുപ്പിക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടത്തിയ തത്വ പ്രകാരം താൽക്കാലിക നിയമന അംഗീകാരം ലഭ്യമായിട്ടുള്ള അധ്യാപകരെയും എന്നാൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ നിയമന അംഗീകാരം അപ്രൂവ് ചെയ്യപ്പെടാത്ത അധ്യാപകരെയും പരിശീലനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിദ്യാലയത്തിൽ ഏകദേശം 2-3 വർഷം ജോലി ചെയ്യപ്പെട്ട് അവരുടേതല്ലാത്ത കാരണങ്ങൾ പല വിഷയങ്ങൾ സാങ്കേതികമായ പല വിഷയങ്ങൾ കൊണ്ട് അധ്യാപക നിയമനത്തിന് അംഗീകാരം ലഭ്യമാകാത്ത അധ്യാപകരെ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നാൽ അവിടെ മാറിയ പാഠപുസ്തകത്തിന്റെ സാഹചര്യത്തിൽ അധ്യാപക പരിശീലനം പാളിപ്പോകും. പരിശീലനം ലഭ്യമാകാത്ത അധ്യാപകർക്ക് പുതിയ പാഠ്യപുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുണ്ടാവുന്ന പ്രയാസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതീവ ഗൗരവത്തോടെ കണക്കിലെടുക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. മുഴുവൻ അധ്യാപകരെയും പരിശീലന പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും അക്കാദമിക മികവ് ഉറപ്പിക്കുകയും ചെയ്യണമെന്നും കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.